ലോറി സമരത്തെ തുടർന്ന് ശുചിമുറി മാലിന്യ നീക്കം നിലച്ചതോടെ ആലപ്പുഴയിലെ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാണ്. മാലിന്യ നീക്കം നിന്നതോടെ ജില്ലയിലെ നിരവധി ഹോട്ടലുകൾ അടച്ചു. സമരം തുടർന്നാൽ ഇനിയും കൂടുതൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ട സാഹചര്യമാണ്. ഹോട്ടലുകളിൽ നിന്നും മറ്റും മാലിന്യം നീക്കുന്ന ടാങ്കർ ലോറികളും തൊഴിലാളികളും കഴിഞ്ഞ 13 ദിവസമായി സമരത്തിലാണ്. മാലിന്യം സംസ്കരിക്കാൻ പ്ലാന്റ് വേണമെന്നാവശ്യപ്പെട്ടാണ് സമരം. സെപ്റ്റേജ് മാലിന്യമടക്കം വഴിയിൽ തള്ളുന്നതിനെതിരെ നടപടി കർശനമായപ്പോഴാണ് സമ്മർദ്ദതന്ത്രമെന്ന നിലയ്ക്ക് സമരം തുടങ്ങിയത്. ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും പ്ലാന്റ് ഉണ്ടെന്നതല്ലാതെ പ്രത്യേകമായൊരു സംസ്കരണ പ്ലാന്റ് ജില്ലയിലില്ല. സ്ഥാപനങ്ങളിലെ പ്ലാന്റ് ഉപയോഗിക്കാൻ അനുമതി നൽകിയെങ്കിലും എന്നു മുതൽ തുടങ്ങാമെന്നതിൽ വ്യക്തതയുമില്ല. ഇപ്പോൾ ഉള്ള 4 പ്ലാന്റുകൾ തുറന്നു തരികയും ചേർത്തല മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,92,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ടിൽ 20% പൈസ കൂടെ കൊടുത്താൽ പണി പൂർത്തിയാക്കി തരാമെന്ന് അതിന്റെ കോൺട്രാക്ടർ പറയുന്നു. ഈ 20% പൈസ കൊടുത്ത് ചേർത്തലിലെ പ്ലാന്റിന്റെ പണി തീർത്ത് കിട്ടിയാൽ ഈ ആലപ്പുഴ ജില്ലയിലെ മാലിന്യ പ്രശ്നം തീരും. അതുവരെയെങ്കിലും ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ നിലവിലുള്ള പ്ലാന്റുകൾ തുറന്നു തരണം. മാലിന്യ നീക്കം നിലച്ചപ്പോൾ ഏറെ ബാധിച്ചത് ഹോട്ടൽ മേഖലയെയാണ്. ശുചിമുറി തുറക്കാൻ കഴിയുന്നില്ല. ശുചിമുറിയില്ലാതെ ദേശീയപാതയോരത്തെ ഹോട്ടലുകൾ തുറന്നാലും ആളുകൾ കയറില്ല. അതോടെ ഹോട്ടലുകൾ അടച്ചിടുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി. സമരം എന്ന് ഒത്തുതീർപ്പാവുന്നു അതുവരെ അടച്ചിടാനാണ് ഇവിടുത്തെ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. വേറൊരു നിർവാഹം അവർക്കില്ല. കാരണം ആയിരങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ശുചിമുറി മാലിന്യം നീക്കാതെ ഈ ഹോട്ടൽ തുറക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. 50ഓളം സ്റ്റാഫുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും പ്രതിസന്ധിയിലാണ്. മാലിന്യ നീക്കം പ്രതിസന്ധിയിലായതോടെ സ്വന്തം നിലയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ ഹോട്ടലുമുള്ള സംഘടനകൾ ശ്രമം തുടങ്ങുകയാണ്. ബാത്റൂമിൽ മാലിന്യം നിറഞ്ഞത് സഖീത് കൊണ്ടുപോകുന്ന ടാങ്കറുകൾ സമരമായത് മൂലം പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ വക്കിലേക്കുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ നമ്മുടെ ഹോട്ടലിൽ തന്നെ 4 ബാത്റൂമാണുള്ളത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരെണ്ണം മാത്രമാണ് ഉപയോഗിക്കാനുള്ളത്. ബാക്കി 3 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ട്. NTPC, ആലപ്പുഴ ജനറൽ ആശുപത്രി, ചേർത്തല ഇൻഫോ പാർക്ക്, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തുറന്നു കൊടുക്കാമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.